വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷാർജയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തോന്നി. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. രാവിലെ മീൻസ് ഒക്കെ ഡ്യൂട്ടിക്ക് പോകണേ ഒരു 4:30-5 മണിക്ക് പോകും. അപ്പോൾ എണീറ്റ് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെയും വന്ന് കിടന്ന് ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സമയം ഇവിടുത്തെ 8:30 മണിയായി. അപ്പോൾ എണീറ്റ് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം രണ്ടാളും എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ ഒന്ന് ഫ്രഷ് ആക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കഴിക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരി. അപ്പോൾ ഗെയ്സ്, നമ്മൾ ഷാർജയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു കാലിച്ചായ കുടിക്കണം. അപ്പോൾ സമയം 8:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കിച്ചണിൽ കയറി ഞാൻ ചായക്ക് റെഡിയാക്കുകയാണ്. പിന്നെ നമ്മൾ രാത്രി കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. ഇപ്പം ഇന്ന് ഞാൻ നേരത്തെ ഉറങ്ങിയതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റത്. അല്ലെങ്കിൽ ഒരു 9-10 മണിയൊക്കെ വരെ ഉറങ്ങും. പിന്നെയെന്ന് വെച്ചിട്ട് മക്കളായാലും ഓൽക്കും ടൈമിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് ഓൽക്കും ഉറക്കം റെഡി ആവുന്നില്ല. അതായത് ഓലും ഒരു 11-10:30 ആകുമ്പോഴേക്കും ഉറങ്ങുമ്പോഴേക്ക് രാവിലെ ഒരു 7 ആ ടൈം ആകുമ്പോഴേക്ക് എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രെഡും ന്യൂട്ടല്ലയും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ബ്രെഡും ന്യൂട്ടല്ലയും റെഡിയാക്കുകയാണ്. നമ്മൾ കൂടെ തന്നെ വേറൊരു ഫാമിലി കൂടെ ഉണ്ട് കേട്ടോ. അവർ എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ രാവിലെ മക്കളിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഓലൊക്കെ എന്തായാലും ഒരു 11 മണിയൊക്കെ ആയിട്ടാണ് എണീക്കാറ്. അപ്പോൾ രണ്ടാൾക്കും ഞാൻ അതൊന്ന് സെറ്റാക്കി കൊടുത്ത് കുറച്ച് ചായയും റെഡിയാക്കി. അങ്ങനെ താൽക്കാലികം വിശപ്പൊന്ന് അടക്കി കൊടുത്ത് ഇനി ഞാനും കൂടി ഇത് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഒരു ബ്രെഡ് ന്യൂട്ടലും എടുത്ത് കഴിച്ച്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം റൂമും കാര്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ രാവിലത്തെ എണീറ്റ പാടത്ത് തന്നെ ഇതാ ഉള്ളൊരവസ്ഥയാണിത്. ബെഡും ബെഡ്ഷീറ്റും പൊതുപ്പൊക്കെ അലമ്പായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഓരോ പണി മെല്ലെ മെല്ലെ ചെയ്യാണ്. വെറുതെ അങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ 5:30 മണിക്ക് എണീറ്റ് പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചൊന്ന് ഉറങ്ങലാണ്. അപ്പോൾ അതൊക്കെ തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്യുന്നത്. അത് ഫോണിൽ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പണിയെടുക്കും. സമയം ഇങ്ങനെ മെല്ലെ മെല്ലെ പോകണ്ടേ. അപ്പോൾ സമയം പോകുന്ന അറിയുന്നുമില്ല, പതുക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടൈം എന്താ പറയുക തികയായെന്ന് വേണേൽ പറയാം. ഇവിടെ നിന്ന് ടൈം പോകുന്നില്ല, പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിക്കലും പിന്നെ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിക്കാണ്ടതിന് അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ മോള് കുറച്ച് ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നിറച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കണമെന്ന്. അപ്പോൾ ഓൾ തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ പോയി ഒന്ന് റിലാക്സായി. ഞാനും ഓളും കൂടി കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ച്. അപ്പം ഇപ്പം സമയം എന്ന് പറയുന്നത് ഒരു 11:30 അങ്ങനെ വായിക്കുന്നത്. അപ്പം രാവിലെ നമ്മൾ ബ്രെഡും ന്യൂട്ടലും അതിനെല്ലാം കഴിച്ചത്. അപ്പോൾ മോള് പറയലൊടുങ്ങി രണ്ടാൾക്കും വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പഴം ഉണ്ടായിരുന്നു, പഴം ഒന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തേങ്ങ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കുകയാണ്. വീട്ടിലത്തെ പോലെ ഇങ്ങനെ ശരിയാവണില്ല, കാരണം നെയ്യൊന്നുമില്ലേനും. അപ്പോൾ ഞാൻ ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിന് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് വേഗം തന്നെ ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഏതായാലും എന്തെങ്കിലും ഒന്ന് ആട്ടെ വെച്ച് പിന്നെ അവർക്ക് അങ്ങ് കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ബാൽക്കണിയിൽ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കി തോരിട്ടിനു. അപ്പോൾ അതൊന്ന് ഉണങ്ങിക്കുന്നു, അതെടുത്ത് വെക്കാൻ വേണ്ടി വന്നിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണെന്ന് ഇതാണ് കേട്ടോ. നമ്മളെ റൂം വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പം അവിടെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു കൺമതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് കാണില്ല. അപ്പം മുകളിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ഫ്ലാറ്റും കാര്യമൊക്കെ കാണാം. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അങ്ങനെ വേഗം അതൊക്കെ മടക്കി വെക്കാണ്ടേനും അത് മടക്കി വെച്ച്. അപ്പോൾ പിന്നെ ലഞ്ചിനുള്ളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. വേഗം തന്നെ
പിന്നെ തൊടിക്കലും അങ്ങനെ പരിപാടിയും പാത്രം കുറച്ച് കഴുകാനൊക്കെ ഉണ്ടേനും അതൊക്കെ വൃത്തിയാക്കി വേഗം തന്നെ കുളിയും കഴിഞ്ഞ് അപ്പോഴാണ് ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണ്ടേനും. ഇവിടെ അടുത്ത് തന്നെ നമ്മളെ റൂമിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളെ കൂടെ കാക്കമാരൊന്നും ഇല്ല കേട്ടോ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ലേനു. അപ്പോൾ ഓല് പാർക്കിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ രണ്ടാളുമാണ് കുട്ടികളുമാണ് പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. ഇൻഷാ അള്ളാ ഇതിൻ്റെ ഒരു ഹോം ടൂർ ഇൻഷാ അള്ളാ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ അതാ പുറത്തിറങ്ങി നമ്മൾ ഇങ്ങനെ നടന്നാട്ടോ പോകുന്നത്. നടക്കാൻ മാത്രമേ ഉള്ളൂ, കുറച്ച് എന്താ പറയുക ദൂരമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണല്ലോ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ, ചുറ്റുകളൊക്കെ കാണുകയും ചെയ്യാം. അങ്ങനത്തെ വെയിലും കാര്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് ഒരു 6 മണി ആയിട്ടും ഇരുട്ടൊന്നുമില്ല കേട്ടോ. ഒരു 6:30 ടൈമിലാണ് നമ്മൾ പുറത്തിറങ്ങിയത്. എന്നിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടൊന്നുമില്ല, നല്ല വെളിച്ചമുണ്ട്, നല്ല കാറ്റ്. അപ്പോൾ അതാ കുറേ പേരിങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രസമാണ് നടന്ന് പോകാൻ. അങ്ങനെ നടന്നിട്ടല്ല നമ്മൾ പാർക്കിലെത്തിയപ്പം ആൾക്കാരൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഓരോ ഫുഡും കാര്യമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ കുറച്ച് കുട്ടികൾ കളിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ്. അപ്പോൾ ഞാനിതാ ഒരു സീറ്റ് ഉണ്ട്, അവിടെ നിന്ന് ഇരുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ ചോട്ടൂസും മിനിയും ഭയങ്കര കഥ പറച്ചിൽ, ഭയങ്കര കളി. അവരന്ന് നല്ല കൂട്ടാണ് കേട്ടോ. മുത്തും അങ്ങനെ തന്നെയാണ്, 3 പേരും കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ അതാ പിന്നെ പാർക്കിലേക്ക് അങ്ങ് കയറ്റി വിട്ട്. മോൾക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഊഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുത്തിന് പിന്നെ ഇതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഓന് ഇങ്ങനെ കുറേ ഊഞ്ഞാൽ അപ്പുറം വശത്ത് അതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ആരോ കുട്ടികളൊന്നും കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓന് പിന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കുറേ കളിച്ച്. പിന്നെ നമ്മളെ കയ്യിൽ പന്തൊക്കെ ഉണ്ടായിരുന്നു, അതിനോടൊക്കെ കുറേ കളിച്ച്. മോൾക്ക് പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഊഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇതിൽ നെരുങ്ങുന്ന സംഭവത്തിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കളിച്ചാലും മടുപ്പ് വരുമല്ലോ ഓൾക്ക്. പക്ഷേ മുത്തിന് അങ്ങനെയല്ല, മുത്ത് വേറെ ടൈപ്പാണ്. ഓന് അങ്ങനത്തേനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ അതിന് കഴിഞ്ഞ് നമ്മൾ കുറേ കളിയൊക്കെ കഴിഞ്ഞതിന് വെച്ചാൽ കുട്ടികൾ ടയർഡായതിന് തോന്നിയപ്പോൾ കുറച്ച് സ്നാക്സും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ നമ്മൾ വെള്ളം അതൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച്. അപ്പോൾ അതാ നേരൊക്കെ ഇരുട്ടി തുടങ്ങുന്നുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ ഓരോ മിനിറ്റിലും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കാണുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അങ്ങനെ ഏതായാലും പിന്നെ നേരൊക്കെ ഇരുട്ടി ഞങ്ങൾ കാക്കമാരൊക്കെ വന്ന് പിന്നെ കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇവിടുത്തെ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.